ഫണ്ടിന് വെട്ടിലാക്കി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് പയ്യന്നൂർ MLA TI മധുസൂദനൻ വകമാറ്റി. ഏരിയ കമ്മിറ്റി ഓഫീസ് ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയിലും തട്ടിപ്പ് നടത്തി. തട്ടിപ്പിനെക്കുറിച്ച് പിണറായി വിജയൻ അറിയാം. വ്യാജ റെസീറ്റ് അടിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. TI മധുസൂദനൻ ഒറ്റയ്ക്കാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് കരുതുന്നില്ല. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാനും തെറ്റ് ചെയ്യാത്തവരെ ക്രൂശിക്കാനുമാണ് പാർട്ടി കമ്മീഷനുകൾ വെക്കുന്നത്. പാർട്ടി നടപടികളെ താൻ ഭയപ്പെടുന്നില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിച്ച് അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും ഒരു പാർട്ടിക്കാരനും വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ സന്നദ്ധമാകാത്തതാണ് ഈ പാർട്ടിയിൽ. അങ്ങനെയാണ് രക്തസാക്ഷികൾ ഈ പാർട്ടി കാണുന്നത്. പക്ഷേ ഫണ്ടിൽ പോലും കൃത്രിമം കാണിക്കാൻ തയ്യാറായി എന്നതാണ് ഏറെ എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം. ഒരേ സമയത്ത് വന്ന ഈ 3 കാര്യങ്ങളും അതിൽ 3ലും കൃത്രിമം നടന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും പൊറുക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ ധനരാജ് ഫണ്ടും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 51 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. TI മധുസൂദന്റെ കാലത്താണ് ഈ ഫണ്ട് പിരിക്കുന്നത്. പിന്നീട് KP മധു ഏരിയ സെക്രട്ടറിയായി വന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളിൽ KP മധുവിനും ഉത്തരവാദിത്വമുണ്ട്. പിണറായിക്ക് അറിയാമെന്നതിന് എൻ്റെ മുമ്പിൽ തെളിവുണ്ട്. അത് ഞാൻ പറയുന്നില്ല. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ നേതൃത്വം ശ്രമിക്കുന്നു എന്നതാണ് എൻ്റെ ആക്ഷേപം. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ബിജീഷ് ഗോവിന്ദൻ ചേരുകയാണ്. ബിജീഷ്, പാർട്ടിയെ എത്രത്തോളം വെട്ടിലാക്കുന്നതാണ് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ? ഇപ്പോൾ ഇങ്ങനെയൊരു വെളിപ്പെടുത്തലിലേക്ക് അദ്ദേഹം നീങ്ങിയതിന് പ്രധാന കാരണവും പാർട്ടിയിലെ വിഭാഗീയത തന്നെയാണോ? ദിവ്യ, പയ്യന്നൂരിലെ CPM-ൽ നേരത്തെ തന്നെ വിഭാഗീയത വലിയ തോതിൽ ഉള്ള ഒരു മേഖലയാണ് പയ്യന്നൂർ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ CPM-ന്റെ നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ പയ്യന്നൂർ MLA TI മധുസൂദനെതിരെയും ഇത്തരം പരസ്യമായിട്ട് രംഗത്ത് വന്നത് നേരത്തെയുള്ള ആ വിഭാഗീയത തുടരുന്നു എന്നുള്ളതിന്റെ തെളിവായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. കാരണം നേരത്തെ വി കുഞ്ഞികൃഷ്ണൻ CPM-ന്റെ പാർട്ടിക്കകത്ത് പാർട്ടി ഘടകങ്ങളിൽ ഉന്നയിച്ചിരുന്ന ആക്ഷേപമാണ് ഇപ്പോൾ അദ്ദേഹം പരസ്യമായി പുറത്തു പറയുന്നത്. താൻ ഉന്നയിച്ച വിഷയങ്ങളിലൊന്നും പാർട്ടി ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അതിനകത്ത് അന്വേഷണ കമ്മീഷനെ വെച്ച പാർട്ടി ആരോപണ വിധേയരെ സംരക്ഷിക്കുകയും ഒപ്പം ആരോപണം ഉന്നയിച്ച പരാതിക്കാരനായ തന്നെ ക്രൂശിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചതെന്ന് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഗത്യന്തരവുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ പുറത്തു പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രധാനമായും 3 ഫണ്ടുകളുടെ കാര്യമാണ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്നത്. ഒന്ന് CV ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട്, അതുപോലെ തന്നെ CPM-ന്റെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി പിരിച്ച ഫണ്ട്, ഒപ്പം തെരഞ്ഞെടുപ്പ് ഫണ്ട്. ഈ 3 ഫണ്ടുകളുടെയും കൈകാര്യകർത്താവായിട്ട് അന്നത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന TI മധുസൂദനാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ ഘട്ടത്തിൽ TI മധുസൂദന്റെ നേതൃത്വത്തിലുള്ള സംഘം വലിയ തരത്തിലുള്ള തിരിമറി ഈ ഫണ്ടിനകത്ത് നടത്തിയിട്ടുണ്ട്. വരവ് കുറച്ചു കാണിക്കുകയും ചെലവ് കൂട്ടിക്കാണിക്കുകയും ചെയ്തുകൊണ്ട് ഫണ്ടുകൾ തിരിച്ചും മറിച്ചും ഉപയോഗിച്ചും ഇങ്ങനെയൊക്കെ വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടത്തി. CV ധനരാജിന്റെ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 35 ലക്ഷത്തോളം രൂപയുടെ കുറവുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫണ്ട് എടുത്ത് ഫണ്ടിനകത്തേക്ക് CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. പിന്നീട് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി പിരിച്ച 70 ലക്ഷത്തോളം രൂപ അത് സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ചെടുത്തതാണ്. ഈ ഫണ്ടിനെ കുറിച്ച് യാതൊരു വിവരവും ഇതിന്റെ കണക്കുകളിലില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി പിരിച്ച ഫണ്ടിനകത്തും വലിയ തരത്തിലുള്ള തിരിമറി നടത്തി. ഈ ഫണ്ട് പിരിവിന് വേണ്ടി ഉപയോഗിച്ച രസീതിലടക്കം അത് വ്യാപകമായി പുറത്തുനിന്ന് ക്രമക്കേട് നടത്തി പുറത്തുനിന്ന് വ്യാജ രസീതുണ്ടാക്കി അതിനകത്തും ഈ തിരിമറി നടത്തി എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പാർട്ടി കമ്മിറ്റികളുടെ അടക്കം ഈ വിഷയം അദ്ദേഹം ആരോപണമായി ഉന്നയിച്ചിരുന്നു. അതിനകത്ത് അന്വേഷണം നടത്തി ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് TV രാജേഷും അതുപോലെ തന്നെ PV ഗോപിനാഥും അംഗങ്ങളായിട്ടുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട്. ഈ അന്വേഷണ കമ്മീഷൻ ഈ ആരോപണ വിധേയരെ സംരക്ഷിക്കുകയും ഒപ്പം പരാതിക്കാരനായ തന്നെ ക്രൂശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ വെളിപ്പെടുത്തലാണ് വി കുഞ്ഞികൃഷ്ണൻ നടത്തിയിരിക്കുന്നത്.